ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയൂണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള കുറച്ച് കറികളുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഈ കറികളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു ഒഴിച്ചുകറി, ഒരു തോരൻ, ഒരു മീൻകറി, ഇത്രയുമാണ് ഞാനിന്ന് ഊണിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഈ കറികൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കറികളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഒഴിച്ചുകറി തയ്യാറാക്കാം. അതിനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ മരത്തിലുണ്ടായിട്ടുള്ള ഒരു ഓമയ്ക്ക എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് വലിയ ഓമയ്ക്ക ആയതുകൊണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ കറിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. തൊലിയും കുരുവെല്ലാം നല്ലപോലെ മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് വേണം നമ്മൾ ഇത് അരിഞ്ഞെടുക്കാൻ. എല്ലാ കഷ്ണങ്ങളും ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുത്താൽ മാത്രമേ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ, അതൊരു 1/4 കപ്പ് പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൂടെ നന്നായിട്ട് കഴുകിയെടുത്ത് ഈ പരിപ്പും പപ്പായ കഷ്ണങ്ങളും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇത് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒഴിച്ചുകറി കിട്ടാനാണ് ഞാനിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി ആയാലും മതി, പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഈ കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടി ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് 3 വെളുത്തുള്ളിയും 1 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വെന്ത ആ കഷ്ണങ്ങളും പരിപ്പിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറും കൂടെ കഴുകിയ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കറിയുടെ കൺസിസ്റ്റൻസി നമുക്ക് റെഡിയാക്കി എടുക്കണം. നിങ്ങൾക്ക് വളരെ കട്ടിക്ക് വേണോ അതോ ഇച്ചിരി ഒന്ന് ലൂസായിട്ട് വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇനി അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ. കുറച്ച് സമയമെടുത്ത് ചെറുതായിട്ട്, പെട്ടെന്ന് തിളച്ച് വരരുത്, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് താളിച്ചെടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് 2 വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതവിടെ മൂടി വെച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കൂട്ടുകറിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. ഇതിനായിട്ട് 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടാകുമ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ 10 ചുവന്നുള്ളി 5 വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ 4 പച്ചമുളകും കൂടെ നെടുകെ കീറിയത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്ന ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട്, പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആ പുളിയും അതിൻ്റെ വെള്ളവും നേരത്തെ കുതിർത്തി വെച്ചതാണ്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിൽ മുങ്ങി കിടക്കുന്ന വിധത്തിലാക്കി വെച്ചിട്ട് വേണം കറി വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇവിടെ കറി നന്നായി തിളച്ച് കഷ്ണങ്ങളെല്ലാം വെന്ത് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ചാൽ ഇവിടെ മീൻ കറി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ്. ഇന്ന് ഞാൻ ക്യാരറ്റ് കൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ 2 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയ ശേഷം ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ പൊടിയായിട്ട് ഞാൻ
അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് പെട്ടെന്നൊന്ന് മിക്സിയുടെ ജാറിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരുന്നുണ്ട്. തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയൊരു സവാളയും പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്തി നല്ല പോലെ ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ തേങ്ങാക്കൂട്ട് ആ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളിലേക്ക് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഇനി കടായിലേക്ക് 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചില്ല ആ തോരൻ്റെ കൂട്ട് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ വഴറ്റി ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അല്പം വെള്ളം, കുറച്ച് മാത്രം വെള്ളം അതിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ അതിലെ വെള്ളമെല്ലാം വറ്റി ക്യാരറ്റെല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ക്യാരറ്റ് തോരൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരനും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം നേരമൊന്നും നമുക്ക് ഇതിനെടുക്കത്തില്ല. അപ്പോൾ നല്ലൊരു കൂട്ടുകറിയും നല്ലൊരു മീൻകറിയും അതുപോലെ ഒരു തോരനും പിന്നെ നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഒരു പപ്പടവും കൂടെയാണ് ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ.